മച്ചന്മാരെ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച വീക്കെൻഡ് നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നത് എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യമേ തന്നെ ഒരു ചിയേഴ്സ്. പിന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടാണ്, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത് മരിക്കുന്നതിന് മുമ്പ് കൊടുക്കാനുള്ള ഉമ്മകൾ പരസ്പരം കൈമാറണം, മരണത്തിന് ശേഷം ഡെഡ് ബോഡിയെ വന്ന് ഉമ്മ വെക്കുന്നതിനകത്ത് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എനിക്ക് കുറേ ഉമ്മകൾ കിട്ടി കേട്ടോ. ഇവർ ഉമ്മ തരുന്ന ആ ഒരു ആക്രാന്തം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ന നാളെ കണ്ട് മരിക്കാൻ പോവാന്ന്. അത്രയ്ക്ക് ഉമ്മകളാണ്. ഓരോ പരിപാടികൾക്കൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി പേര് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുവാണ് ആ വീഡിയോ കണ്ടിട്ട്. എനിവേ, നല്ല കാര്യം. അങ്ങനെ ഒരു ഇതിലേക്ക് എല്ലാവരും വരണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ഉമ്മകൾ കൊടുത്തു തീർക്കണം, മരണത്തിന് ശേഷമല്ല വേണ്ടതല്ല. എനിവേ, ആ സബ്ജക്റ്റ് അല്ല ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻ്റ് എഴുതിയിരുന്നു. അതായത് ഈ റീസെൻ്റ്ലി നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നല്ലോ, നമ്മുടെ ഷൈനിയും 2 കുഞ്ഞുങ്ങളും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു സംഭവം. അപ്പം ആ ഒരു സംഭവത്തിനെ മുൻനിർത്തി ആണ് ഈ ഒരു കമൻറ്റ്. ആ കമൻറ്റ് നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പോഴും പോയെന്ന് കാണാം. ഒരു ചേട്ടൻ, പുള്ളി നമ്മളോട് പറയുന്നത് എന്നാന്ന് ചോദിച്ചെന്നാൽ, എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. പുള്ളി പല വീഡിയോസും ഷെയർ ചെയ്തതും ഞാൻ കണ്ടു. പക്ഷേ ഈ മദ്യപാനം ചെയ്യുന്നത് നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് എന്ന് ആണ് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ മദ്യപാനം പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെഗ് കഴിക്കുന്ന ഇത്, നമ്മളെ ഓരോ മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രമാണ് മദ്യപാനത്തിൻ്റെ സംഭവങ്ങൾ കാണിക്കുന്നത്. പിന്നെ പുള്ളി അതിനകത്ത് മെൻഷൻ ചെയ്തൊരു കാര്യം, ഈ ഷൈനിയുടെ ഹസ്ബൻഡ് ഷൈനീനെ മദ്യപിച്ചിട്ട് കണ്ടമാനം തല്ലുമായിരുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുമായിരുന്നു. അത് ഒരു ഉദാഹരണമല്ലേ? അപ്പോൾ അതുകൊണ്ട് മദ്യപാനം നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ആ ചേട്ടനോടും നിങ്ങളോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാനൊക്കെ എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫിൽ മദ്യപാനം ആരംഭിച്ചതാണ്. ഇന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ട് 25 വർഷമായി. 25 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം പോലും എൻ്റെ ഭാര്യയെ തല്ലിയിട്ടില്ല. ഞാനിതുപോലെ നമ്മൾ നോ യുവർ ലിമിറ്റ്, അതാണ് അതിനകത്ത് ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ ലിമിറ്റിനനുസരിച്ച് നമ്മൾ ഏത് സാധനവും, ഇപ്പം അധികമായിരുന്ന അമൃതും വിഷമാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ലിമിറ്റിനനുസരിച്ച് നമ്മൾ ഒരു കമ്പനി സഹിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊന്നും എൻ്റെ ഷെൽഫിൽ ഇഷ്ടംപോലെ കുപ്പിയിരിപ്പുണ്ട്. പക്ഷേ ഞാൻ ഒരു ആഴ്ചയിൽ ഈ ഒരു വീക്കെൻഡ് ആകുമ്പോൾ ഒരു വെള്ളിയാഴ്ച 1 അല്ല 2 പെഗ്, അതിൽ കൂടുതൽ ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ ആരും ആൽക്കഹോളിക്കാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഈ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഞാൻ ഈ താമസിക്കുന്നിടത്ത്, ഞാൻ ഇവിടെ മലയാളികളുടെ ഇടയ്ക്കൊന്നും ആൽക്കഹോളിക്കായിട്ട് നടക്കുന്ന ഒരു മലയാളിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. 12 വർഷമായി, ഞാൻ 11 കഴിഞ്ഞു, 12 വർഷമായി ഇപ്പോൾ ഞാനിവിടെ മെൽബണിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. ആൽക്കഹോളിക്കായിട്ട് ഭയങ്കര ഉണ്ടായിരിക്കും കേട്ടോ, ഒരു ചെറിയ ശതമാനം ചിലപ്പോൾ കാണുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ലെന്നേ ഉള്ളായിരിക്കാം. എനിവേ, അങ്ങനെ ആൽക്കഹോളിക്കായിട്ട് നടക്കുന്ന ഒരാളുടെ ഒരു കഥ പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുപോലെ ഭാര്യയെ തല്ലുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നോ യുവർ ലിമിറ്റ്. നിങ്ങളുടെ ലിമിറ്റ് അറിഞ്ഞ് നിങ്ങൾ 1 2 പെഗ് കഴിച്ചെന്നോർത്തുകൊണ്ട് കുഴപ്പമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഹാവ് എ ഗുഡ് വീക്കെൻഡ്. താങ്ക് യു വെരി മച്ച്.